ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ശാലിനിയും കൊണ്ട് കളക്ടർ ഓഫീസിൽ വന്നിരിക്കുവാണ് ഓട്ടോറിക്ഷയിൽ. അനു അത് കണ്ട് അതിശയിച്ച് നോക്കി നിൽക്കുക. അല്ല, മേഡം ഇന്ന് ഹസ്ബൻഡിനോടൊപ്പം ഓട്ടോറിക്ഷയിലാണല്ലോ വരുന്നത്. വിഷ്ണുവേട്ടൻ ഇറങ്ങുന്നില്ലേ? അയ്യോ അത് വേണ്ട, എല്ലാവരും കാണും, അതുകൊണ്ട് അനു നോക്കുന്നു. അല്ല വിഷ്ണുവേട്ട, എത്രയായി? എന്തോന്ന് ഓട്ടോ ചാർജ്? അതൊന്നും വേണ്ട, അതൊന്നും പറ്റില്ല വിഷ്ണുവേട്ട. കന്നിയോട്ടവാ, കടവല്ല ഓടേണ്ടത്. ഭാര്യ വേറെ, ഉപജീവനമാർഗം വേറെ. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞു തന്നെ കൂലി മേടിക്കണം. എത്രയായി? അതെ, 420 രൂപ. 420? അതൊന്നാലൊന്ന് അറിയണമല്ലോ, മീറ്റർ ഒന്ന് നോക്കട്ടെ. ആഹാ, ഇത് 390 കാണിക്കുന്നുള്ളല്ലോ. ബാക്കി എന്താ, ടിപ്സാണോ? അതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. ആഹാ, പെട്ടെന്ന് ശാലിനി 500 രൂപ എടുത്ത് കൊടുക്കുവാണ്. ബാക്കി വേണം, തീർച്ചയായിട്ടും ബാലൻസ് കറക്റ്റായിട്ട് വേണം. 110 രൂപ കൃത്യമായിട്ട് തന്നിട്ട് പൊന്നുമോൻ ഓട്ടോ എടുത്തോണ്ട് പോ. വിഷ്ണു ഓട്ടോയിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയുന്നു, ആഹാ ഭീഷണിയാണോ? ആണെങ്കിൽ എന്നാൽ ഞാൻ കൃത്യമായിട്ട് അങ്ങ് തന്നേക്കും എന്നും പറഞ്ഞ് വിഷ്ണു ബാക്കി പൈസയൊക്കെ ശാലിനിക്ക് കൊടുത്തിട്ട് പോകാനൊരുങ്ങുവാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നടന്നു പോകുന്നു നോക്കി കുറച്ചു നേരം വിഷ്ണു ഇങ്ങനെ നിന്ന് നോക്കി ആസ്വദിക്കുവാണ്. ആശാനെ പോകല്ലേ എന്നും പറഞ്ഞൊരു ഓട്ടോയിൽ കമലിനും കുറേ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടെ വരുവാണ്. എന്താടാ കമല? അതെ, ഞങ്ങൾ ആശാനെ കാണാൻ വന്ന. എന്നെ കാണാനും? അതിന് ഞാൻ അങ്ങോട്ട് വരുമല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കളക്ടറെ കാണാൻ പറ്റില്ലല്ലോ. കളക്ടറെ കാണാനോ? എന്നിട്ട് പെട്ടെന്ന് കമലിനെ നോക്കുന്നു. ഇടാ മഹാഭാവി, നീ എല്ലാം പറഞ്ഞു കൊടുത്തോടാ എന്നൊരു നോട്ടം. ആശാനെ, നമ്മുടെ ശ്രീധരേട്ടൻ്റെ മോക്കെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അതിനെ കോളനിയിലുള്ള എല്ലാവരും കൂടെ ചേർന്നൊരു ചർച്ച. വിജയിച്ച കുട്ടികൾക്കെല്ലാം ഒരു സമ്മാനദാനമൊക്കെ നടത്തണമെന്ന്. അതേതായാലും നല്ല കാര്യം. അതെന്താന്ന് വെച്ചാലേ ഇവരുടെയൊക്കെ ആഗ്രഹം കളക്ടറെ കൊണ്ട് കൊടുപ്പിക്കണമെന്ന്. അതിന് ആശാൻ എന്തു പറയുന്നു? വിഷ്ണു ഒരു വളിച്ച ചിരിയിരിച്ചിട്ട് പറയാം, അയ്യോ അതിന് ഞാനെന്ത് പറയാനാ? ആശാൻ പറഞ്ഞാലേ ഏട്ടത്തിയമ്മ കേൾക്കും. അയ്യോ എടാ കമല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. ആശാൻ ഞങ്ങളോടൊപ്പം ഒന്ന് വന്നാൽ മതി. അയ്യോ ഞാൻ വരുന്നില്ല. അതെന്താ? അല്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് ശരിയാകത്തില്ല, നിങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോ. അത് പറ്റത്തില്ല, ആശാൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കമലനിങ്ങനെ പിടിച്ച് വലിച്ച് അവരെല്ലാവരുടെ കളക്ടർ ഓഫീസിനകത്തോട്ട് കയറി വരുവാണ്. വിഷ്ണുവും കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തിൽ അവരൊക്കെ നെഞ്ചും പിരിച്ചിങ്ങനെ ഓഫീസിനകത്തോട്ട് വരുവാണ്. പക്ഷെ അവരാരും കണ്ടില്ല വിഷ്ണു അവരുടെ കൂട്ടത്തിൽ നിന്നും പുറകോട്ട് വലിഞ്ഞെന്ന്. ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാവരുടെ മേഡത്തിൻ്റെ ഓഫീസ് റൂമിനകത്തോട്ട് പോവുകയാണല്ലോ. അത് കണ്ടുകൊണ്ട് അനു ഓടി വരുവാണ്. എവിടെ പോവും എല്ലാവരുടെ? അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് അനു ഓടി വരുവാണ്. അതെ, ഞങ്ങൾ കളക്ടറെ കാണാൻ വന്നതാ. കളക്ടറെ കാണാനോ? അതിന് നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? കമലൻ ചോദിക്കും. അപ്പോയിൻമെൻറ്റോ? അതൊക്കെ എന്തിനാ ഞങ്ങൾ കളക്ടറെ കാണുന്നതിന്? ഭർത്താവിന് ഭാര്യയെ കാണുന്നതിന് അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഭർത്താവോ? ഏത് ഭർത്താവ്? കളക്ടർ മേഡത്തിന് ഒരേ ഒരു ഭർത്താവല്ല ഉള്ളൂ, വിഷ്ണു. അതെ, ഞങ്ങളുടെ വിഷ്ണു ആശാന എന്നിങ്ങനെ വലിയ ഗമേലങ്ങോട്ട് തട്ടിവിടുവാണ് കമലൻ. എന്ന് പറഞ്ഞിട്ട് പുറേ വിഷ്ണു കൊണ്ടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വിഷ്ണു അല്ല, വിഷ്ണുവിൻ്റെ പൊടി പോലും അടങ്ങും കാണാനില്ല. അയ്യോ, ഇത്ര നേരം ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, ഇത് എങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ അനു പറയാ, നിങ്ങൾ എന്തോ ഈ പറയുന്നത്? സ്ഥലം ഇത് ഏതാണെന്നറിയാവോ? എൻ്റെ പൊന്നു പെങ്ങളെ, ഒന്ന് സമാധാനപ്പെട്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വിഷ്ണു ആശാൻ, ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒളിഞ്ഞു നിന്ന് വിഷ്ണു നോക്കുന്നു. ദോണ്ട ഞങ്ങളുടെ ആശാൻ. ഒരു ചമ്മലോടെ വിഷ്ണു അവിടെ നിൽക്കുവാണ്. കമലൻ പോയി പെട്ടെന്ന് വിളിച്ചോണ്ട് വന്ന് അനുവിനെ കണ്ടതും വിഷ്ണുവിനൊരു വല്ലാത്ത ചളിപ്പ്. അപ്പോഴാണ് അനുവിന് കാര്യം പിടികിട്ടിയത്. ആഹാ, ഇത് വിഷ്ണു സാറായിരുന്നോ? വിഷ്ണു സാറിൻ്റെ കൂടെ വന്നവരാണല്ലോ ഇവരൊക്കെ. അല്ല, വിഷ്ണു സാറായിരുന്നോ? ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. വേണ്ട ആശാനെ, പെട്ടെന്നൊന്ന് പറഞ്ഞേ കളക്ടർ മേഡത്തിനെ കാണണമെന്ന്. അങ്ങനെ വിഷ്ണു അനുവിനോട് പറയുന്നുണ്ട്, ശാലിനിയെ ഒന്ന് കാണാൻ വന്നതാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ മേഡത്തിനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അനു പോവാണ്. അനു അകത്ത് എന്നിട്ട് ശാലിനിയോട് പറയുന്നു, മേഡം, വിഷ്ണു സാറും കുറേ ആൾക്കാരോടെ കാണാൻ വന്നിരിക്കുന്നു. വിഷ്ണുവേട്ടനോ? എന്നെ കാണാനോ? വരാൻ പറയും ഇങ്ങോട്ട്. അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഒരുത്തൻ പറയുക, ഭർത്താവിന് ഭാര്യയെ കാണുന്നതിന് അനുവാദം വേണം. കമലം വിട്ടുകൊടുക്കുവോ? അതെ, തൊഴിലുറപ്പിന് പോകുന്ന ഭാര്യയെ കാണാനല്ല ഇങ്ങോട്ട് വന്നത്, ആശാനെ കളക്ടർ ഭാര്യയെ കാണാനാ വന്നത്. അങ്ങനെ അനു വന്ന് അവരോട് പറയുന്നുണ്ട്, എല്ലാവരോടും അകത്തോട്ട് ചെല്ലാൻ മേഡം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വിഷ്ണുവിനെ മുന്നിൽ നിർത്തി പിടിച്ച് തള്ളി അകത്തോട്ട് കയറി പോവുകയാണ്. ശാലിനിയെ കണ്ടതും വിഷ്ണു മുഖത്തൊരൽപ്പം ഗൗരവമൊക്കെ അങ്ങോട്ട് കൃത്രിമമായിട്ട് വരുത്തുന്നുണ്ട്. ശാലിനിക്ക് ചിരി വരുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വരൂ എല്ലാവരോടും ഇരിക്കാൻ പറയുന്നു. ശാലിനിയുടെ മുന്നിൽ അവർക്കൊക്കെ ഇരിക്കാനൊരു മടി. ആശാൻ അങ്ങോട്ടിരി എന്നും പറഞ്ഞ് അവരെല്ലാം കൂടെ വിഷ്ണുവിനെ ഇരുത്തുന്നു. ശാലിനി പറഞ്ഞ് അത് പറ്റില്ല, ഈ ഇട്ടിരിക്കുന്ന ചെയറൊക്കെ നിങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ ഇരിക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ അങ്ങോട്ട് ഇരുന്നേ. ശരി, ഇനി പറ, എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം?
കമലൻ പെട്ടെന്ന് അത് പിന്നെ ഏട്ടത്തിയമ്മേ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അവനെങ്ങനെ നോട്ടം നോക്കുന്നു. അയ്യോ സോറി മാഡം എന്നും പറഞ്ഞാണ് പിന്നെ കമലൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവിടെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കോളനിയുണ്ട്. ആ കോളനിയിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ് എഴുതുന്ന ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടി. 1-2 കുട്ടികൾക്ക് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പ്രോത്സാഹനം എന്ന നിലയിൽ അവരെ ഒന്ന് ആദരിക്കാമെന്ന് വിചാരിച്ചു. വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനം കൂടി ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കളക്ടർ മാഡം വന്നേ ഒന്ന് സംസാരിക്കുകയും വേണം. ചെറിയ സമ്മാനമൊക്കെ അവർക്ക് കൊടുക്കണമെന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. അതിനെന്താ കമല? വിഷ്ണു ഇങ്ങനെ ഏറുകണ്ടിട്ട് ശാലിനിയെ നോക്കുന്നുണ്ട്. അത് ശാലിനിയും കാണുന്നുണ്ട്. അല്ല, നിങ്ങളുടെ കൂടെ വന്ന ഈ സാറെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? വിഷ്ണുവിനെ നോക്കിയാണ് ചോദിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരോട് മാഡത്തിന് തിരക്കായിരിക്കും, ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ. എന്ത് ചെയ്യാനാ, ഇവർ കേൾക്കണ്ടേ? തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. കളക്ട്രേറ്റ് അല്ലേ, പിടിപ്പത് പണിയും ഉണ്ട്. പിന്നെ 1-2 മറ്റു പരിപാടികളും ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കിപ്പോൾ വരാനും പറ്റില്ലല്ലോ. പക്ഷേ എന്തുവായാലും ഈ ചടങ്ങിന് ഞാൻ വരും. കമലനും മറ്റുള്ളവർക്കൊക്കെ അങ്ങ് സന്തോഷമായി. വിഷ്ണു ഇങ്ങനെ അതിശയത്തോടെ നോക്കിയിരിക്കുവാണ് ശാലിനിയെ. ശാലിനി പറയുക, ഈ ചടങ്ങിന് വരുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും കൂടിയാണ്. വിഷ്ണുവിനെയും മക്കളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് വിഷ്ണുവിന് മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ ഔദ്യോഗിക വാഹനത്തിലല്ല ഞാൻ വരുന്നത്, ഞങ്ങളുടെ സ്വന്തം ഓട്ടോശ്രീയിലാണ് വരുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും മാത്രമല്ല, തുടർന്ന് പഠിക്കാനുള്ള ആവേശമായി നിങ്ങളെപ്പോലുള്ളവർ കൂടെ ഉണ്ടാകണം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരും വരണം. അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കും. ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞങ്ങൾ അറിയിക്കാം എന്നും പറഞ്ഞ് അവരൊക്കെ തൊഴുതിട്ടങ്ങ് പോവുകയാണ്. കൂട്ടത്തിൽ പോകാനൊരുങ്ങുന്ന വിഷ്ണുവിനോട് ശാലിനി പറയുന്നു, അവിടെ നിന്ന് നിന്നേ. കമലൻ കൂടെ വന്നവരെയൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് പറയുന്നേ, അവർ ഭാര്യയും ഭർത്താവും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയും പറയാനൊക്കെ കാണാം, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അങ്ങ് പോവുകയാണ്. എന്താ വിഷ്ണുവേട്ട മുഖത്ത് വല്ലാത്തൊരു ഗൗരവം? ഓട്ടോക്കൂലിയുടെ ബാക്കി ഞാൻ മേടിച്ചത് കൊണ്ടാണോ? അതെ, അഭിനയമല്ലയോ, കളക്ടറെ ഭർത്താവായിട്ടുള്ള ഒരു അഭിനയം. എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം? ചുമ്മാ വാടകയ്ക്കെടുത്തതാ. ശാലിനിയുടെ കണ്ണി നോക്കി ഒരു പഞ്ചാര ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ട് വിഷ്ണു പറയുക, താങ്ക്സ്, ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ കൂട്ടുകാരെ ഡീൽ ചെയ്തതിന്. അങ്ങനെ അവിടെ കുറച്ച് റൊമാൻസ് നോട്ടവും ചിരിയും വർത്തമാനമൊക്കെ ചെയ്യുന്നുണ്ട്. ഉപേന്ദ്രനും ചന്ദ്രബോസും നിൽക്കുമ്പോൾ സുസ്മിത അങ്ങോട്ട് വരുവാണ്. എന്താ ചിറ്റപ്പ, അത്യാവശ്യമായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പലതും ചിന്തിച്ചു പോയി. എൻ്റെ പൊന്നുമോളെ, ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഈ ചെറിയ കുഞ്ഞുങ്ങളെ പെൻസിലും കട്ടറിനും വഴക്ക് പിടിക്കുന്ന പോലെ ഇയാൾ എൻ്റെ പുറകിന് പരാതിയും പരിഭവം പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുക. ഉപേന്ദ്രൻ നല്ല ചൂടിലാണ്. പിന്നെ നടക്കാതെ കാശ് പോയി കിടക്കുന്നത് എൻ്റെതാ, നിങ്ങളുടെ ആരുടെയല്ല. 1-2 അല്ല, 15 കോടിയാ. എൻ്റെ കാശിൻ്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകണം. ചന്ദ്രബോസ് പറയാം, എടോ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ബ്രെയിൻ്റെ വർക്കിനൊന്നും ഒരു വിലയും ഇല്ലയോ? അതിൻ്റെ വില അറിയണമെങ്കിലേ ഇയാൾ ഈ പറഞ്ഞ 15 കോടിയേക്കാളൊക്കെ എത്രയോ വലുതാണെന്നറിയാവോ? വേണ്ട, നിങ്ങളുടെ മുട്ടാപ്പോക്ക് വർത്തമാനമൊന്നും ഇനി മേലാൽ എന്നോട് പറയണ്ട. നിങ്ങൾ പൈസ ചോദിച്ചപ്പോഴേ പുളിങ്കുരു പോലെ ഞാൻ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് തന്നത്. സുസ്മിത പറയാം, ഏതായാലും എറിഞ്ഞ് തന്നല്ലോ, എന്നാൽ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാനുള്ള സാവകാശം കൂടി നിങ്ങൾ ഞങ്ങൾക്ക് താ. എന്നാലല്ലേ അതിൻ്റെ മുതിരും പതിരും തെളിച്ച് എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അകത്ത് കയറി വരുന്ന പെറുക്കിയെടുക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ. ഉപേന്ദ്രൻ പറയാം, എനിക്ക് ഒരു വിരോധവും ഇല്ല. എനിക്ക് എങ്ങനെയും എൻ്റെ പണം കിട്ടിയാൽ മതി. വേണ്ടേ, നിങ്ങളോട് 2 പേരോടും ചേർന്ന് ഞാൻ പറയുക, ആ രോഹിത്തെന്ന് പറഞ്ഞവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് ആ പ്രമാണം അവൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല. അതെൻ്റെ കയ്യിൽ കിട്ടാതെ നിങ്ങളെ 2 പേരെ ഞാൻ ഉറക്കത്തതുമില്ല. കാരണമേ എൻ്റെ കാശിന് എനിക്ക് ദണ്ണമുണ്ട്. കേട്ടോടി മോളെ, മലേഷ്യയിലെ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വലിയ ബിസിനസ് മാഗ്നറ്റാണ്. വെറും 15 കോടിക്ക് വേണ്ടി കിടന്ന് മോങ്ങുന്ന കാണുമ്പോഴേ തന്നെ ഓർത്ത് എനിക്ക് സങ്കടം വരുന്നുള്ളൂ. എടോ ഉപേന്ദ്ര, ഞാനാണെങ്കിലേ പോട്ട പുല്ലെന്നും പറഞ്ഞ് കളഞ്ഞിട്ടങ്ങ് പോയേനെ. അതിനി എത്ര കോടിയായാലും അഭിമാനം പണയം വെച്ച് നേടുന്നോന്ന് ചന്ദ്രബോസിനെ കിട്ടില്ലടോ. എന്നാലേ എനിക്ക് കുറച്ച് അഭിമാനക്കുറവുണ്ട്. അതൊരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. സുസ്മിത പറയുക, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ സംസാരിച്ച് മുഷിച്ചിലുണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. എത്രയും പെട്ടെന്ന് അത് അവൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാനുള്ള വഴി നോക്കണം. അതിന് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളെ നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ചന്ദ്രബോസ് പറയാ, ഏതായാലും സ്വന്തം മനസ്സുകൊണ്ട് അവനതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ശ്രീകൃഷ്ണനോ ബുദ്ധനോ ഒന്നും അല്ലല്ലോ, അവൻ പക്കാ ക്രിമിനലാ. പുറമേ കാണുന്ന മുഖമൊന്നും അല്ല അവൻ്റെത്. അപ്പം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ മുതൽ പിന്നെ അവൻ്റെ കയ്യിലിരിക്കും. സുസ്മിത പുതിയൊരു തന്ത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക. പപ്പി അവൻ്റെ മോളല്ലെന്ന് അവൻ 1000 വട്ടം പറഞ്ഞാലും അവനെ അച്ഛാന്ന് ആദ്യം വിളിച്ചത് പപ്പിയ. അതവൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതുവാ.
നമുക്ക് പപ്പിയെ വെച്ച് വില പറയിക്കാം. ഇനിയിപ്പോൾ ആ വഴിക്ക് തിരിഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് സുസ്മിത പറയുക. ഉപേന്ദ്രൻ കലിപ്പിലിങ്ങനെ ഇരിക്കുക. പിന്നെ ഇപ്പോൾ പപ്പിയെ ഇറക്കുമോ, നിങ്ങൾ പപ്പനെ ഇറക്കുമോ, ആരെ വേണമെങ്കിലും ഇറക്കിക്കോ, എനിക്ക് എൻ്റെ മുതൽ കിട്ടണം. ഇത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ള എനിക്ക് അവനെ കൊല്ലാൻ ഒരു ആരാച്ചാര ഏർപ്പാടാക്കാൻ എനിക്ക് പറ്റില്ലയോ? അത് കേട്ടിട്ട് പെട്ടെന്ന് ചന്ദ്രബോസ് പറയുക, എടോ മണ്ടത്തരം വിളിച്ച് പറയാതിടോ, താനിപ്പോൾ അവനെ കൊന്നാലേ ആ 15 കോടിയുടെ മുതൽ അവൻ്റെ ഭാര്യയുടെ അണ്ണാക്കിലോട്ട് പോകും, താൻ പിന്നെ ജയിലിലോട്ടും പോകും. അതുകൊണ്ട് നേട്ടം ആർക്കാടോ? വല്ല ബോധ്യം ഉണ്ടോ തനിക്ക്? ഈ ശ്യാമയ്ക്കും പപ്പിക്കുവാ. ഉപേന്ദ്രൻ വിറച്ചോണ്ട് ചാടി എഴുന്നേറ്റിട്ട് പറയുക, എൻ്റെ പണം കിട്ടാൻ ഞാൻ ഇനി എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ പറയുന്നത്. കുരുതിയോളം വലിയൊരു പൂജയും ഇല്ല. അത് പിന്നെ മനുഷ്യക്കുരുതിയാകുമ്പോൾ വീര്യം കൂടുകയും ചെയ്യും. പപ്പിയുടെ പേരിൽ നമ്മളൊരു കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നു. രക്തം കൊണ്ടുള്ള കുരുതി. ഇതെല്ലാം ആ ദുഷ്ടയായ സുസ്മിതയുടെ ഐഡിയയാണ്. അങ്ങനെ സുസ്മിത 2 ഗുണ്ടകളെ പറഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിലോട്ട് വിട്ടിരിക്കുവാണ്. ഹോട്ടലിലാണെങ്കിൽ രാജി മാത്രമേ ഉള്ളൂ. അവന്മാർ വന്ന് 2 ചായയൊക്കെ ചോദിക്കുന്നുണ്ട്. ഗുണ്ടകളിൽ ഒരുത്തനിങ്ങനെ ചരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കുക. ആ മറ്റവൻ ചോദിക്കും, എന്താ നീ നോക്കുന്നത്? അതെ, CCTV ഉണ്ടോയെന്ന് നോക്കുക. എടാ, ഒരു കവർ പാല് കൊണ്ട് 50 ചായ ഇടാൻ നോക്കുന്ന ഈ ചായക്കടക്കാരാ CCTV വെക്കാൻ പോകുന്നത്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശാരദാമ്മയും പപ്പിമോളും സത്യമോളുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുവാണ്. അവന്മാർ കുഞ്ഞുങ്ങളെ 2 പേരെയും കണ്ട് ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ രോഹിത്തും ശ്യാമയും കൂടെ അങ്ങോട്ട് വരുവാണ്. പഴയ സംഭവങ്ങളൊക്കെ മറന്ന് വലിയ സന്തോഷത്തിലാണ് രോഹിത്തും ശ്യാമയും അങ്ങോട്ട് വന്നിരിക്കുന്നത്. ശ്യാമ ചിരിച്ചോണ്ട് മക്കളുടെ അടുത്തോട്ട് വരുന്നു. രോഹിത്ത് വന്ന് പപ്പിമോളെ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മേ, ഞങ്ങൾ വന്നത് പപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാനാ. അത് പിന്നെ മോളെ ശാലിനിയോടൊന്ന് ആലോചിക്കാതെ പപ്പിയുടെ കാര്യം അവളോടൊന്ന് ചോദിക്കുന്നത് നല്ല കാര്യമല്ലയോ? ഞാനായിട്ടാ ഒരു തീരുമാനം എടുത്തെന്ന് പിന്നെ പറയില്ലല്ലോ. ശ്യാമ പറയുന്ന, രോഹിത്തെ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്കെന്നാൽ പോയിട്ട് വന്നാലോ? എന്നാൽ അത് മതി ശ്യാമേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ, ഞങ്ങൾ സത്യാമ്മയും അച്ഛനെയും ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് രോഹിത്ത് പറയുവാണ്. ശാരദാമ്മയ്ക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ശാരദാമ്മ പറയുക, അതേതായാലും നല്ല ഒരു തീരുമാനമായി മോനെ. വേറെ ആരുടെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും സത്യാമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുഖ്യമാണ്. വിഷ്ണുവിനേക്കാളും കൂടുതൽ സ്നേഹത്തോടെയാണ് രോഹിത്തിനെ വളർത്തിയതും ഇത്രത്തോളം ആക്കിയതും. ചിലപ്പോൾ വഴക്ക് പറയുമായിരിക്കും, എന്നാലും സാരമില്ല, നിങ്ങൾ പോയി കാണണം. അങ്ങനെ അവർ പോവുകയാണ്. എന്തായി രാജി, കടയിലെ കാര്യങ്ങളൊക്കെ ഒരുവിധമല്ല ഒരുക്കി ശാരദാമ്മേ. എന്നാലേ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അവന്മാരവിടിനോട് പറയുക, കുട്ടിയുടെ വായും പൊത്തി കൈകാലുകൾ കൂട്ടിക്കെട്ടി കാറിൻ്റെ ഡിക്കിയിലോട്ട് അങ്ങോട്ട് ഇടാം. അത് ഡിക്കിയിലിട്ട ശ്വാസം മുട്ടില്ലേ? എന്നാൽ നമുക്ക് കാറിനകത്തോട്ടങ്ങിടാം. ഒച്ച കേൾക്കാതിരിക്കാൻ പാട്ടും അങ്ങോട്ട് കൂട്ടിയിടാം. അപ്പോൾ ശാലിനി വരുന്നുണ്ട്. ശാലിനിയുടെ കാറ് കണ്ടുകൊണ്ട് അവന്മാർ പറയുക, ഇതിച്ചിരി വിലപിടിപ്പുള്ള കാറാ. ശാലിനിയെ കണ്ടുകൊണ്ട് ശാരദാമ്മ ചോദിക്കും, നീ എന്തായിരുന്നു നേരത്തെ? അതെ, വിഷ്ണുവേട്ടൻ ഓട്ടോ ഓടിക്കുന്ന സ്റ്റാൻഡിലെ അവിടുത്തെ കോളനിയിലെ പിള്ളേർക്ക് ഇന്നൊരു സമ്മാനദാനമുണ്ട്. അതിന് ഞാൻ കുട്ടികളുമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവന്മാരത് കേൾക്കുന്നുണ്ട്. അവർ പറയാം, ഇത് തന്നെ നല്ല കാര്യം, നമുക്ക് ആ കോളനിയിൽ വെച്ച് തന്നെ ആ കൊച്ചിനെ പൊക്കാം എന്നവർ തീരുമാനിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗുണ്ടകളെ പപ്പിമോളെ പൊക്കാൻ ചെല്ലുമ്പോൾ വിഷ്ണു അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവന്മാർക്കറിയില്ല. ഇവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നുള്ളതിൽ ഉറപ്പാണ്. അതുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.